നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാം. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. SSF വേങ്ങര ഡിവിഷൻ സാഹിത്യോത്സവം ഇന്നു മുതൽ 28 വരെ പൂരകം കോട്ടുമലയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എഴുത്ത്, പ്രഭാഷണം, ആലാപനം, വര, അവതരണം എന്നിങ്ങനെ വിവിധ തലങ്ങളിലായി 2000-ലധികം പ്രതിഭകളാണ് സാഹിത്യോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. 177 ഇനങ്ങളിൽ 10 സെക്ടറിൽ നിന്നും വിജയിച്ചെത്തിയ മത്സരാർത്ഥികളാണ് ഡിവിഷൻ മത്സരത്തിൽ പങ്കെടുക്കുക. കലാ സാഹിത്യ മത്സരങ്ങൾക്ക് പുറമെ സെമിനാറുകൾ, ചർച്ചാ സെഷനുകൾ, പുസ്തകമേള, കൾച്ചറൽ എക്സിബിഷൻ, ഘോഷയാത്ര, ജനകീയ സദസ്സ് എന്നിവയും മത്സരത്തിന്റെ ഭാഗമായി നടക്കും. ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് സംഘാടക സമിതി ചെയർമാൻ ഇബ്രാഹിം ബാക്കവി പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന മക്ബറ സിയാറത്തിന് സെയ്ദ് PMS തങ്ങൾ നേതൃത്വം നൽകും. രാത്രി ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നെയ്മി അൽ ബുഖാരിയുടെ പ്രഭാഷണം സെയ്ദ് ജഫർ തുറാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സുവനീർ പ്രകാശനം അജ്ഫാൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടി നിർവഹിക്കും. 25-ന് വൈകുന്നേരം 4 മണിക്ക് പുസ്തകോത്സവം KM ഷാഫി ഉദ്ഘാടനം ചെയ്യും. 26-ന് വെള്ളിയാഴ്ച നടക്കുന്ന റൗളത്തുൽ ഖുർആൻ വനിതാ പഠിതാക്കൾക്കുള്ള സംഗമം സെയ്ദ് ഷിഹാബുദ്ദീൻ ബുഖാരി കടലുണ്ടി ഉദ്ഘാടനം ചെയ്യും. 27-ന് വൈകുന്നേരം 5 മണിക്ക് ഔദ്യോഗിക ഉദ്ഘാടനം പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. സാഹിത്യോത്സവിന്റെ മത്സര പ്രോഗ്രാമുകളൊക്കെ അടുത്ത ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും. 11 വേദികളിലായിട്ട് 177 മത്സരങ്ങളാണ് ഡിവിഷൻ തലത്തിൽ നടക്കുന്നത്. വലിയ വിപുലമായ ജനകീയ സംഘാടക സമിതിയാണ് സാഹിത്യോത്സവത്തിന് വേണ്ടി കോട്ടുമലയിൽ വലിയ ഒരുക്കങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. സാഹിത്യോത്സവത്തിനെത്തുന്ന വിദ്യാർത്ഥികളെയും കാണാനെത്തുന്ന സാഹിത്യ പ്രേമികളെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി വിപുലമായ സ്വാഗത സംഘമാണ്. അവിടുത്തെ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരെയും സാമൂഹിക പ്രസ്ഥാനക്കാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രസ്ഥാനം അവിടെ സംഘാടക സമിതി രൂപീകരിച്ചിട്ടുള്ളത്. SYSന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നെയ്മി അൽ ബുഖാരി നാളെ പ്രഭാഷണം നിർവഹിക്കും. തുടർന്നുള്ള ദിവസങ്ങളിലായി സെമിനാറുകളും സിംബോസിയങ്ങളുമായി വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി സംഘടിപ്പിക്കപ്പെടുന്നത്. കോട്ടുമലയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു കൈപ്പട എന്ന പേരിലുള്ള ഒരു സുവനീർ അടക്കം വ്യത്യസ്തമായ രീതികളിലുള്ള പ്രോഗ്രാമുകൾ സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നുണ്ട്. അതിൻ്റെ 2-ാം ദിവസമായ വ്യാഴാഴ്ച OK ഉസ്താദിന്റെ പേരിൽ ഒരു സിംബോസിയവും, അതുപോലെ തന്നെ പുസ്തകാലയത്തിന്റെ ഉദ്ഘാടനവും അതുമായി ബന്ധപ്പെട്ടൊരു പുസ്തക ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. ശേഷം വെള്ളിയാഴ്ച വനിതകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇബ്രാഹിം സഖാഫി താത്തൂരിന്റെ പ്രഭാഷണം നടക്കും. ശനി സാഹിത്യോത്സവിന്റെ ഉദ്ഘാടന ദിവസമാണ്. രാവിലെ 10 മണിക്ക് മത്സരങ്ങൾ ആരംഭിക്കും. ശേഷം വൈകുന്നേരം 5 മണിക്ക് ബഹുമാനപ്പെട്ട MLA PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് സാഹിത്യോത്സവ ഉദ്ഘാടനം നിർവഹിക്കും. മുഖ്യാതിഥിയായിക്കൊണ്ട് സാഹിത്യ പ്രഭാഷണം നിർവഹിച്ച് SSFന്റെ സംസ്ഥാന പ്രസിഡന്റ് ഫിറദൌസ് സഖാഫി പങ്കെടുക്കും. ഞായറാഴ്ച ദിവസങ്ങൾ മത്സരങ്ങൾ കൂടി കഴിഞ്ഞ് ഞായറാഴ്ച വൈകിട്ടാണ് സാഹിത്യോത്സവിന്റെ സമാപന സംഗമം നടക്കുന്നത്. സംഘടനയുടെ പ്രാസ്ഥാനിക നേതാക്കൾ സംബന്ധിക്കുന്ന സമാപന സെഷനോടുകൂടി ഞായറാഴ്ച വൈകിട്ട് മത്സരങ്ങൾക്ക് സമാപനം കുറിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ സെയ്ദ് PMS തങ്ങൾ, വാർഡ് മെമ്പർ MK ഷർഫുദ്ദീൻ, ഷക്കീർ സഖാഫി, നസീർ സഖാഫി കോട്ടുമല, M സെയ്ദ് സഅദി, കോർഡിനേറ്റർ MK ഹംസ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ വേങ്ങര.